ഒരിക്കൽ ദേവലോകത്തെ ഏറ്റവും സുന്ദരനായ കാമദേവന് അസാധ്യമായ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നു. ലോകത്തിൽ സ്നേഹവും അനുരാഗവും നിറയ്ക്കുക എന്നതായിരുന്നു കാമദേവന്റെ ധർമ്മം. എന്നാൽ അന്ന് കാമദേവന് ലഭിച്ച നിർദ്ദേശം അതീവ കഠിനമായിരുന്നു. ഘോര തപസ്സിലായിരുന്ന മഹാദേവനെ ഉണർത്തുക. ലോകത്തെ വിറപ്പിക്കുന്ന ഒരു അസുരനെ വധിക്കാൻ ശിവപുത്രന്റെ ജനനം അനിവാര്യമായിരുന്നു. അതിനായി മഹാദേവന്റെ തപസ് ഇളക്കണമായിരുന്നു. കാമദേവൻ തന്റെ പുഷ്പബാണം മഹാദേവന് നേരെ തൊടുത്തു. ബാണമേറ്റ നിമിഷം തന്നെ മഹാദേവൻ കണ്ണു തുറന്നു. കോപാഗ്നിയാൽ തിളങ്ങിയ മഹാദേവന്റെ മൂന്നാം കണ്ണ് തുറന്നപ്പോൾ കാമദേവൻ നിമിഷം നേരം കൊണ്ട് ഭസ്മമായി തീർന്നു. മാതാ പാർവതിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ദേവലോകം മുഴുവൻ നിശബ്ദമായി. എന്നാൽ മഹാദേവൻ കാമദേവനെ ദഹിപ്പിച്ചത് വെറുമൊരു ദേഷ്യം കൊണ്ടല്ല. അതിലൊരു വലിയ ജീവിത സത്യമുണ്ട്. കാമം, വാസന, ലോഭം എന്നിവയെയാണ് ഭസ്മമാക്കേണ്ടത്, മറിച്ച് പരിശുദ്ധമായ പ്രേമത്തെയല്ല എന്നതായിരുന്നു ആ സന്ദേശം. കാമദേവന്റെ ശരീരം മാത്രമാണ് അന്നില്ലാതായത്. എന്നാൽ അദ്ദേഹത്തിന്റെ ശക്തി ഇന്നും ലോകത്തിൽ നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് കാമദേവനെ അനങ്കൻ എന്ന് വിളിക്കുന്നത്, അതായത് അംഗങ്ങൾ, ശരീരമില്ലാത്തവൻ. പിന്നീട് കാമദേവന്റെ പത്നിയായ രതിദേവിയുടെ അപേക്ഷ പ്രകാരം കാമദേവൻ അടുത്ത ജന്മത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുത്രനായി ജനിക്കുമെന്ന് മഹാദേവൻ അനുഗ്രഹിച്ചു. ഈ ശാപമോക്ഷത്തിന്റെ ഫലമായി ശ്രീകൃഷ്ണന്റെയും രുക്മിണി ദേവിയുടെയും പുത്രനായി പ്രദ്യുമ്നൻ ജനിച്ചു. രതിദേവി മായാവതി എന്ന പേരിൽ പുനർജനിക്കുകയും ചെയ്തു. അക്കാലത്ത് ശംബരാസുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. അവന്റെ അക്രമം അതീവ കഠിനമായിരുന്നു. അങ്ങനെ ഒരു നാൾ ദേവർഷി നാരദൻ ശംബരാസുരനോട് ഒരു രഹസ്യം വെളിപ്പെടുത്തി. ശംബരാസുര, നിന്റെ അക്രമങ്ങൾ അവസാനിക്കാൻ പോകുന്നു. ശ്രീകൃഷ്ണപുത്രനാൽ നിനക്ക് മരണമുണ്ടാകും എന്ന് നാരദമുനി ശംബരാസുരനോട് പറഞ്ഞു. പ്രദ്യുമ്നൻ തന്നെ വധിക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ ശംബരാസുരൻ എന്ന അസുരൻ ശിശുവായിരുന്ന പ്രദ്യുമ്നെ ഉടനെ തന്നെ മോഷ്ടിച്ച് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഒരു വലിയ മത്സ്യം പ്രദ്യുമ്നെ വിഴുങ്ങിയെങ്കിലും ആ മത്സ്യം ശംബരാസുരന്റെ കൊട്ടാരത്തിലെ അടുക്കളയിൽ എത്തുകയും അവിടെ ജോലി ചെയ്തിരുന്ന മായാവതിക്ക് കുഞ്ഞിനെ ജീവനോടെ ലഭിക്കുകയും ചെയ്തു. തുടർന്ന് നാരദമുനിയിൽ നിന്ന് ഈ കുഞ്ഞ് തന്റെ ഭർത്താവായ കാമദേവന്റെ പുനർജന്മമാണെന്ന് മായാവതി അറിഞ്ഞു. അങ്ങനെ മായാവതി അവനെ സകല യുദ്ധമുറകളും പഠിപ്പിക്കുകയും ഒടുവിൽ പ്രദ്യുമ്നൻ ശംബരാസുരനെ വധിക്കുകയും ചെയ്തു. തുടർന്ന് മായാവതിക്കൊപ്പം ദ്വാരകയിലെത്തിയ പ്രദ്യുമ്നെ രുക്മിണിയും ശ്രീകൃഷ്ണനും തിരിച്ചറിയുകയും അവർ മായാവതിയെയും പ്രദ്യുമ്നെയും വിവാഹം കഴിപ്പിക്കുകയും ഒന്നിച്ച് ജീവിക്കുകയും ചെയ്തു. ഇത് വെറും ഒരു കഥയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ മോഹങ്ങളെ നിയന്ത്രിക്കണമെന്നും യഥാർത്ഥ സ്നേഹം ആത്മീയമാണെന്നുമുള്ള വലിയൊരു സത്യമാണ്. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താൻ കൊല്ലപ്പെടാതിരിക്കാൻ ശംബരാസുരൻ പ്രദ്യുമ്നെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിധി അവനെ അസുരന്റെ കൊട്ടാരത്തിൽ തന്നെ എത്തിച്ചു. കൂടാതെ ലോക നന്മയ്ക്കായി താരകാസുര വധത്തിനായി കാമദേവൻ നടത്തിയ ആത്മത്യാഗവും മരണത്തെ പോലും തോൽപ്പിച്ച രതിദേവിയുടെ സത്യസന്ധമായ പ്രണയവും ഭക്തിയും ഇതിൽ തെളിഞ്ഞു നിൽക്കുന്നു. എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും അധർമ്മത്തിന് മേൽ ധർമ്മം വിജയിക്കുമെന്നും ദൈവനിശ്ചയം നടപ്പിലാക്കുമെന്നും ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹർ ഹർ മഹാദേവ്.